സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് സമ്പ്രദായം ഏർപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ്. താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റു വാഹനങ്ങൾക്കുള്ളതുപോലെ ഒരു താരിഫില്ല. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി. ഇന്ന് ഞാനുമായി നടത്തിയതാണ്. അതിലൊരു ധാരണയായിട്ടുണ്ട്. പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം. മിനിമം റേറ്റ്, കിലോമീറ്റർ റേറ്റ്, അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത്. ആനുകൂല്യം ഞാൻ ആദ്യം റേറ്റുകൾ ഒന്ന് പറയാം. ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ICU ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ്, അതിന് മിനിമം ചാർജ് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റ് വണ്ടികളെ പോലും റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച്. അതുകൊണ്ട് 10 കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് 10 കിലോമീറ്റർ കണക്കായിക്കൊണ്ട് 10 കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 2500 രൂപയാണ്. ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് 50 രൂപ വെച്ചാണ്. വെൻറ്റിലേറ്ററുള്ള ഏറ്റവും ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ്, ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ്. വെൻറ്റിലേറ്ററുണ്ട്, അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, ടെക്നീഷ്യൻ ഉണ്ടാവും. അതിലൊരു ഡോക്ടറോ നേഴ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും. അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് 10 കിലോമീറ്ററിന് 2500 രൂപയാണ്. 10 കിലോമീറ്റർ നമ്മൾ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ്. വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും, അതായത് ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം, വെൻറ്റിലേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം 1 മണിക്കൂർ. 1 മണിക്കൂറിന് കഴിഞ്ഞാൽ പിന്നുള്ള ഓരോ മണിക്കൂറിനും 250 രൂപ 350 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. ഈ വെൻറ്റിലേറ്ററിൽ ആംബുലൻസ് 1 മണിക്കൂറോളം ആശുപത്രി ഒന്ന് വെയിറ്റ് കഴിഞ്ഞ് പിന്നെ ആ 1 മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും 350 രൂപ വെച്ച് കൊടുക്കണം. അടുത്തത് സി ലെവൽ വണ്ടിയാണ്. ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ്, അതിൽ ഓക്സിജൻ ഉണ്ടാവും, മറ്റ് വെൻറ്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ 10+10 തന്നെയാണ്. അതിന് 1500 രൂപയാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ മിനിമം ചാർജ്. അതുപോലെ അതിന് വെയിറ്റിംഗ് ചാർജ്, ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ 200 രൂപ പെർ അവറാണ്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് 200 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് 40 രൂപ വെച്ചാണ് വേണ്ടത്. ആദ്യത്തെ 1 മണിക്കൂർ അവർ ചെല്ലും സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യാൻ വെച്ചാൽ ഈ രോഗിയെ എടുക്കാനും ഇറക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും. അത് അവരുടെ കിലോമീറ്റർ, ആ വണ്ടിക്ക് കിലോമീറ്ററിന് 40 രൂപയാണ്. ഈ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ്. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ അകത്തുള്ളൊരു ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി. കാരണം 10 കിലോമീറ്ററിനകത്താണെങ്കിൽ 10 കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും. അത് 40 രൂപ വെച്ചാണ് വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ AC ആയിട്ടുള്ള ആംബുലൻസ്, സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസാണ്. അതിന് മിനിമം ചാർജ് 1000 രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത്. വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് 200 രൂപയാണ്. കിലോമീറ്ററിന് 30 രൂപയാണ്. പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികളുണ്ട്, ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ, ചെറിയ വണ്ടികൾ, പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട്. ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി, ഇക്കോ, ബലേറോ ആൻഡ് RTO അപ്രൂവ്ഡ്, അതർ RTO അപ്രൂവ്ഡ് A ലെവൽ ആംബുലൻസ് വിത്ത് AC വണ്ടിക്ക് 800 രൂപയാണ് മിനിമം ചാർജ്. വെയിറ്റിംഗ് ചാർജ് 1 അവർ കഴിഞ്ഞിട്ട് ഓരോ 200 രൂപയാണ് വരുന്നത്. അഡീഷണൽ കിലോമീറ്ററിന് 25 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതേ കാറ്റഗറി തന്നെ AC ഇല്ലാത്ത വണ്ടികൾ, ഓമിനി, ഇക്കോ, ബലേറോ, RTO അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് AC ഇല്ലാത്ത നോൺ AC വെഹിക്കിളിന് മിനിമം ചാർജ് 600 രൂപയാണ്. വെയിറ്റിംഗ് ചാർജ് 1 മണിക്കൂർ കഴിഞ്ഞാൽ 150 രൂപ വെച്ച് ചാർജ് ചെയ്യും. അഡീഷണൽ കിലോമീറ്ററിന് 20 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ 4 കാറ്റഗറിയിൽ DCBA, ഈ 4 കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എല്ലാം 10+ ആണ്. 10 കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി. 10 കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ 10 കിലോമീറ്ററിനകത്താണെങ്കിൽ അവർ റിട്ടേൺ വരണമല്ലോ. ഈ 10+10 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വെച്ചേക്കുന്നത് അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും, അവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് 10+10 എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും. ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി
പല ഘട്ടത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് താരിഫ് ഏർപ്പെടുത്തുവാൻ നടപടികൾ ആരംഭിച്ചതെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. വിവിധ കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് മിനിമം റേറ്റ്, കിലോമീറ്റർ റേറ്റ് എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആംബുലൻസുകൾ ഈ താരിഫ് പ്രകാരമാണ് സർവീസ് ആരംഭിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.